എന്താണ് ഈ കർത്തൃമേശ എന്ന് പറയുന്ന കാര്യം? എന്തിനാണ് അത് സ്ഥാപിക്കപ്പെടുന്നതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ കർത്തൃമേശയുടെ മുൻപിൽ നിൽക്കുമ്പോൾ എന്തൊക്കെയാണ് ചിന്തിക്കേണ്ടത്? എങ്ങനെയാണ് അത് അനുഷ്ഠിക്കേണ്ടത്? അതിന്റെ പുറകിലുള്ള തിയോളജി എന്താണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഈ കർത്തൃമേശയുടെ അർത്ഥം എന്ന് പറയുന്നത് നമുക്കറിയാം. ഒന്നാമതായിട്ട് 1 കൊരിന്ത്യർ ലേഖനം 11:26 പറയുന്ന കർത്താവ് വരുവോളം നാം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അപ്പൊ പ്രൈമറിലി ഒന്നാമത്തെ കാര്യം കർത്തൃമേശ തകർക്കപ്പെട്ട യേശുക്രിസ്തുവിന്റെ ശരീരത്തെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. That's the first thing that we remember. Christ died for me. His body was broken for my sake on the cross. അവിടെയാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ് കർത്തൃമേശയുടെ അർത്ഥം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തുടങ്ങേണ്ടത് ഇവിടെയാണ്. നാം യേശുക്രിസ്തുവിന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. യേശുക്രിസ്തുവിന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു എന്ന് പറയുന്നത് വളരെ ഗഹനമായ ഒരു കാര്യമാണ്. അതായത് യേശുക്രിസ്തുവിന്റെ മരണം എന്ന് പറയുന്നത് ശരിക്കും എൻ്റെ പഴയ മനുഷ്യന്റെ ശിക്ഷാവിധിയാണ്. ആ മരണം എൻ്റെ ശിക്ഷയാണ് കർത്താവ് കാൽവരി ക്രൂശിൽ വഹിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പഴയ മനുഷ്യൻ മരണത്താൽ നീങ്ങപ്പെടേണ്ടതായിരുന്നു. അപ്പോൾ ആ പഴയ മനുഷ്യനുള്ള ശിക്ഷയായ ശാപമരണം, എൻ്റെ ശരീരം അനുഭവിക്കേണ്ടിരുന്ന ആ മരണം കർത്താവ് എന്ത് ചെയ്തു? അവന്റെ ശരീരത്തിൽ വഹിച്ചു. അപ്പോൾ ശരീരം മാത്രമല്ല, ഞാൻ എന്ന വ്യക്തി ചെയ്ത എല്ലാ പാപങ്ങളും പരിഹാരമായി കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചപ്പോൾ എൻ്റെ പഴയ മനുഷ്യന്റെ ഫ്ലഷ് ലൈഫ് ഡൈഡ് അലോങ് വിത്ത് ക്രൈസ്റ്റ് ഓൺ ദാറ്റ് ക്രോസ്. അപ്പോൾ ആ ഒരു മരണത്തെ ഞാൻ പ്രസ്താവിക്കുമ്പോൾ അത് എൻ്റെ മരണം കൂടിയാണ്. ഈ എൻ്റെ മരണം എന്ന് പറയുന്നതുകൊണ്ടാണ് അവിടെ ഒരു വിവേചനം വേണം. കർത്തൃമേശയിൽ പങ്കെടുക്കുമ്പോൾ, അപ്പം നുറുക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ശോധന ചെയ്യണം എന്ന് പറയുന്നു. നമ്മുടെ പഴയ മനുഷ്യന്റെ മരണമാണ് നമ്മൾ ശരിക്കും പ്രസ്താവിക്കുന്നത്. ക്രിസ്തുവിന്റെ മരണം ഈസ് നോട്ട് ആൻ എംപ്റ്റി സോളിറ്ററി ആക്ട്. ക്രിസ്തുവിന്റെ മരണം എന്ന് പറയുന്നത് ഒരു പ്രൊപ്പീഷിയേറ്ററി ആൻഡ് റിഡംറ്റീവ് ആക്ട് ആണ്. അതായത് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായും നമ്മളെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവൃത്തിയാണ്. അതായത് കർത്താവ് മരിച്ചു എന്നുള്ളത് ഒരു സോളിറ്ററി ആയിട്ട് നിൽക്കുന്ന ചുമ്മാ മരിച്ചു എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല. അതുകൊണ്ട് വെൻ വി ആർ ഡിക്ലെയറിംഗ് ദ ഡെത്ത് ഓഫ് ക്രൈസ്റ്റ്, വി ആർ ഓൾസോ ഡിക്ലെയറിംഗ് അവർ സാൽവേഷൻ. നമുക്കായി തകർക്കപ്പെട്ട നമ്മുടെ പഴയ മനുഷ്യനെ തകർത്ത് കളഞ്ഞ ക്രിസ്തുവിന്റെ ക്രൂശോട് ചേർത്ത് ആ മരണ പുനരുത്ഥാനത്തിൽ നമ്മളെ പങ്കാളിയാക്കിയ ആ ഒരു സംഭവത്തെയാണ് നമ്മൾ ഓർക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സഭകളിൽ കൂടി വരുമ്പോൾ ചില ആൾക്കാർക്കൊക്കെ ബോറഡി ആയിട്ട് തോന്നിയാൽ നമ്മൾ ആളുകളോട് സ്തോത്രം ചെയ്യാൻ ആവശ്യപ്പെടുന്നു. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരും അവരുടെ രക്ഷയെ പ്രസ്താവിക്കുന്നു. അത് കർത്തൃമേശയുടെ പ്രധാനപ്പെട്ട എലമെന്റ് ആണ്. നമ്മുടെ സാൽവേഷനെ ഡിക്ലെയർ ചെയ്യുക, ആട്രിബ്യൂട്ട് ദാറ്റ് ഗ്രേസ് ആൻഡ് മജസ്റ്റി ആൻഡ് ഓണർ ടു ദ ലോർഡ് എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം ടു റിമെമ്പർ ക്രൈസ്റ്റ് ആൻഡ് ഹിസ് ഡെത്ത് ആൻഡ് ദ വിക്കേരിയസ് സഫറിങ്സ് ഓഫ് ക്രൈസ്റ്റ് ഫോർ അവർ സേക്ക് ഓൺ ദ ക്രോസ്, ഇതാണ് നമ്മുടെ പ്രൈമറി കാര്യം. റിമെമ്പർ ക്രൈസ്റ്റ് ആൻഡ് ഹിസ് ഡെത്ത്. അപ്പോൾ ആ അപ്പം നമ്മുടെ മുമ്പിൽ എപ്പോഴും ക്രിസ്തുവിന്റെ ശരീരം നമുക്കായി തകർക്കപ്പെട്ടതിന്റെ ഒരു ഓർമ്മ കൊണ്ടുവരുന്നു. നമ്മുടെ അപ്പത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ വി നീഡ് ടു റിമെമ്പർ അവർ സാൽവേഷൻ. നമ്മുടെ രക്ഷ നമ്മൾ ഓർക്കണം. അതുപോലെ തന്നെ അവന്റെ ശരീരം നമുക്കായി തകർക്കപ്പെട്ടതിനെ നമ്മൾ അനുസ്മരിക്കണം. നമ്മുടെ മരണവും കൂടെ അതിന്റെ കൂടെ നമ്മൾ പ്രസ്താവിക്കാവുന്നതാണ്. അത് 1 കൊരിന്ത്യർ ലേഖനം 11:26 നമ്മൾ കാണും. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ മരണം കൊണ്ട് നമുക്കുണ്ടായ ബെനഫിറ്റ്സ്, നമുക്കുണ്ടായ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരമായി തീർന്നു. അതുപോലെ തന്നെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം ആയിട്ടാണ് കർത്താവ് അവനെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പൊ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം എന്നുള്ളതുകൊണ്ട് ആ ശരീരം നമുക്ക് ലഭിച്ച ജീവനെ കൂടെയാണ് നമ്മൾ ഓർപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ പുതിയ ജീവനുള്ളവരാണ്. നമ്മുടെ പഴയത് കഴിഞ്ഞു പോയെന്ന് മാത്രമല്ല, പഴയ ചേട്ടൻ തകർക്കപ്പെട്ടു, ശിക്ഷാവിധി തീർന്നു പോയെന്ന് മാത്രമല്ല, ആ തകർക്കൽ മാത്രമല്ല, ഒരപ്പം നുറുക്കപ്പെടുമ്പോൾ അത് വേറൊരാൾക്ക് ജീവനായി മാറുന്നു എന്നുള്ളതാണ്. അപ്പം യേശുക്രിസ്തുവിന്റെ ശരീരം തകർക്കപ്പെടുമ്പോൾ അത് പിതാക്കന്മാർ തിന്നിട്ട് മരിച്ചു പോയ മരുഭൂമിയിലെ മന്ന പോലുള്ള ഒരു ഫുഡല്ല. അത് നിത്യജീവനിലേക്ക് നമ്മൾ എത്തിക്കുന്ന ജീവന്റെ അപ്പമായ ക്രിസ്തുവിന്റെ തകർക്കപ്പെടലാണ്. അപ്പോൾ ആ ഒരു നുറുക്കത്തിലൂടെ നമുക്ക് ലഭിച്ച ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുകയും അതുപോലെ നമ്മുടെ എന്താ പറയുന്നത് നിത്യമായ ജീവൻ നമുക്ക് നൽകുകയും, ആ ജീവന്റെ അപ്പം, ജീവൻ നൽകുന്ന അപ്പം, ഇത് തിന്നുന്നവൻ ഒരു നാളും മരിക്കുകയില്ല എന്ന് കർത്താവ് പറഞ്ഞത് ആ ഒരു നിത്യജീവന്റെ അനുസ്മരണം കൂടിയാണ്. അപ്പം രക്ഷയുടെ ആ കാര്യം ആലോചിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ വരുന്ന 2 കാര്യം എന്ന് പറയുന്നത്, ഒന്ന് നമ്മുടെ പഴയ മനുഷ്യന്റെ മരണം അല്ലെങ്കിൽ അബാൻഡൻമെന്റ് ഓഫ് പണിഷ്മെന്റ് ഓർ എക്സോണറേഷൻ ഓഫ് അവർ സെൽസ്. നമ്മളെ എക്സോണറേറ്റ്, നമ്മളെ വെറുതെ വിടുക,
നമ്മളെ അക്വിറ്റ് ചെയ്യുക. അതാണ് ഒന്നാമത്തെ കാര്യം. അതോടൊപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്, ഇത് കർത്താവിന്റെ ജീവൻ കൂടി നമുക്ക് തരും. പാപം ക്യാൻസൽ ചെയ്യുക മാത്രമല്ല, പുതുതായി ജീവിക്കാൻ ക്രിസ്തുവിന്റെ ജീവൻ കൂടി നമുക്ക് തരുന്നത് അവന്റെ മരണത്തിന്റെ ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ പിതാവിന്റെ അടുക്കലുള്ള പുത്രത്വം നമുക്ക് തരുന്നു. നമ്മൾ മക്കളായിട്ടാണ് കർത്തൃമേശയുടെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പം നമുക്ക് തരുന്ന ഭോജനത്തിൽ നിന്നാണ് നമ്മൾ കഴിക്കുന്നത്. നമ്മളെല്ലാവരും ഒരേ ആത്മീക പാനം, ഒരേ ആത്മീകാഹാരം കഴിക്കുകയും ഒരേ ആത്മീകമായ പാനീയം കുടിക്കുകയും ചെയ്യുന്നവരാണ്. വി ഡ്രിങ്ക് ഓഫ് ദ സെയിം സ്പിരിറ്റ്. അപ്പം ഈ സ്പിരിച്വൽ ബ്ലെസ്സിങ്സ്, അതായത് കർത്താവിന്റെ മരണം കൊണ്ടുണ്ടായ സ്പിരിച്വൽ ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇനി ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഓർക്കുമ്പോൾ, ഒന്ന് കർത്താവിന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു, അതുപോലെ നമുക്ക് ലഭിച്ച സ്പിരിച്വൽ ബെനിഫിറ്റ്സിനെ കുറിച്ച് നമ്മൾ ഓർക്കുന്നു. ഇനി ചില ആളുകളെ സംബന്ധിച്ച് കർത്തൃമേശ വളരെ ലഘുവായി എടുക്കപ്പെടുന്നുണ്ട് പല സമയത്ത്. അതായത് ഇപ്പൊ നമ്മുടെ ചർച്ചിൽ എല്ലാ സൺഡേ ഉണ്ട് കർത്തൃമേശ. നമ്മുടെ ഫെയ്ത്ത് എന്ന് പറയുന്നത്, എന്റെ ഫെയ്ത്ത് എന്ന് പറയുന്നത് അപ്പം നുറുക്കുന്നതാണ് സഭ. ഒരു ആഴ്ചവട്ടത്തിന്റെ 1 നാളിൽ അപ്പം നുറുക്കാൻ വേണ്ടി കൂടി വരുമ്പോഴാണ് അതൊരു സഭായോഗമാണ്. അതല്ലെങ്കിൽ ഇതൊരു പ്രാർത്ഥനാ യോഗമായിരിക്കുള്ളൂ. അപ്പോൾ അത് നമ്മൾ ഇപ്പം പട്ടത്തെ സഭകളിൽ നോക്കിയാൽ അങ്ങനെ തന്നെയാണ്. അവര് കുർബാന കൂടുന്നത് അപ്പം നുറുക്കാൻ വേണ്ടിയാണ്, അതല്ലാതെ ബാക്കി കാര്യങ്ങൾ അതിനകത്തില്ല. ബാക്കി യോഗങ്ങളെല്ലാം അഡീഷണൽ യോഗങ്ങളാണ്, അല്ലെങ്കിൽ പ്രാർത്ഥന യോഗമോ സാക്ഷി യോഗമോ അല്ലെങ്കിൽ എന്താ പറയുന്നത്, അങ്ങനെ സുവിശേഷ യോഗമോ ഒക്കെയാണ്. പക്ഷെ ആരാധന യോഗം എന്ന് പറയുന്നത് അപ്പം നുറുക്കാൻ വേണ്ടി കൂടി വരുമ്പോഴാണ്. കാരണം ആരാധന ഈസ് ബേസ്ഡ് ഓൺ ദിസ് ബ്രെഡ് ബ്രേക്കിംഗ്. കാരണം നമ്മുടെ രക്ഷയെ പ്രസ്താവിച്ചുകൊണ്ട് നമുക്ക് ആരാധിക്കാൻ പറ്റും. അതുകൊണ്ടാണ് എല്ലാ ആരാധന യോഗങ്ങളിലും കുടിവരവുകളിലും നമ്മൾ അപ്പം നുറുക്കും. അപ്പോൾ അപ്പം നുറുക്കലിനകത്ത് നമുക്ക് വളരെ എല്ലാ ആഴ്ചയും എടുക്കുന്നതിന് ആൾക്കാർ പറയുന്നൊരു പ്രധാനപ്പെട്ട ഒബ്ജക്ഷൻ, എല്ലാ ആഴ്ചയും കർത്തൃമേശ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ വില പോകും എന്നുള്ളതാണ്. അപ്പൊ എല്ലാ ദിവസവും നമ്മൾ സത്യസന്ധരായി ജീവിച്ചാൽ സത്യസന്ധതയുടെ വില പോകുമോ? എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയുടെ വില പോകുമോ? പോകണോ? എല്ലാ ദിവസവും നമ്മൾ സുവിശേഷം പറഞ്ഞാൽ സുവിശേഷീകരണത്തിന്റെ വില കൂടുവോ കുറയോ? അല്ലെ? എത്ര ബാലിശമായ ആർഗ്യുമെന്റ് ആണ്. നമ്മൾ ഓരോ ദിവസം ഓരോ പ്രാവശ്യം ചെയ്യുന്തോറും അത് എത്ര പ്രാധാന്യമുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കുകയല്ലേ ചെയ്യേണ്ടത്, സ്വാഭാവികമാണ്. പക്ഷെ വീണ്ടും ജനിക്കാത്ത ഒരാളെ സംബന്ധിച്ച് അവർക്ക് സെറമോണിയൽ ആയിട്ടുള്ള ഒരു പ്യൂരിറ്റി ഇല്ലാതെ ഈ അപ്പം നുറുക്കലിൽ പങ്കാളിയാവാൻ പറ്റില്ല. അതുകൊണ്ട് യാക്കോബ് ചർച്ചിൽ, ഓർത്തഡോക്സ് ചർച്ചിലൊക്കെ ആയിരിക്കുമ്പോൾ രാവിലെ ആഹാരമൊന്നും കഴിക്കാതെ, പെന്തക്കോസ്റ്റിൽ അങ്ങനെ തന്നെയാണ്, ഇപ്പൊ ഏകദേശം എല്ലാം ഒരുപോലെ ആയിട്ടുണ്ട്. അപ്പോൾ അവിടെയും ഈ സെറമോണിയൽ പ്യൂരിറ്റി, അന്നും തലേദിവസം കുമ്പസാര ശേഷം കുറച്ച് ഡീസന്റ് ആയിട്ട് ജീവിച്ചിട്ട് വേണം നമ്മൾ ഈ കർത്തൃമേശ എടുക്കാൻ. ഡീസന്റ് ആയി ജീവിക്കുന്നതിന് എനിക്ക് യാതൊരു ഒബ്ജക്ഷനും ഇല്ല, നമുക്ക് ആർക്കും ഒരു ഒബ്ജക്ഷൻ ഇല്ല. പക്ഷെ ഈ അപ്പം നുറുക്കുന്നതിന്റെ തലേദിവസം മാത്രം ഡീസന്റ് ആയി ജീവിക്കുന്നതിനോടാണ് നമുക്ക് ഒബ്ജക്ഷൻ. അന്ന് മാത്രം ഒരിക്കലും ഇല്ലാത്ത ഒരു വിശുദ്ധിയുമായിട്ട് നമ്മൾ രംഗപ്രവേശം ചെയ്യുന്നതിനകത്താണ് നമ്മുടെ സെറമോണിയൽ മതം സ്ഥാപിക്കപ്പെടുന്നത്. സഹോദരങ്ങളെ, അപ്പം നുറുക്കൽ ഈ ആഴ്ച ഞായറാഴ്ച കഴിഞ്ഞ് തിങ്കളാഴ്ച ആയാലും നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകാൻ പാടില്ല. നമ്മൾ വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് ഓരോ നിമിഷവും നീങ്ങിക്കൊണ്ടേയിരിക്കണം. അതിനൊരു സെറമണി ഒരു ഫാക്ടർ ആകേണ്ട കാര്യമില്ല. സോ വി നീഡ് ടു ബി ഹോളി, ആൻഡ് ഈവൻ ഇഫ് ദർ ഇസ് നോ ലോർഡ്സ് സപ്പർ അറൗണ്ട് ദ കോർണർ, അപ്പോഴും നമ്മുടെ കോളിംഗ് ടു ബി ഹോളി എന്നുള്ളതിന് മാറ്റമൊന്നുമില്ല. ദൈവത്തിന് മുമ്പിൽ നമ്മൾ എല്ലാ സന്നിധിയിലും എല്ലാ സമയത്തും നിൽക്കേണ്ടവരുമാണ്. അപ്പോൾ കർത്തൃമേശ എല്ലാ ഞായറാഴ്ചയും എടുത്തു കഴിഞ്ഞാൽ എൻ്റെ വില പോകുമെന്നുള്ള ആർഗ്യുമെന്റ് ഇതെന്താണ് രക്ഷ എന്ന് മനസ്സിലാക്കാത്തതുകൊണ്ടുള്ള ഒരു ആർഗ്യുമെന്റ് ആണ്. അപ്പൊ നമ്മൾ ഒരു സ്പിരിച്വൽ കാര്യം ചെയ്യുമ്പോൾ അതിന്റെ വില പോകുമെന്ന് പറഞ്ഞ് സ്പിരിച്വൽ കാര്യം ചെയ്യാതിരിക്കാൻ പറ്റില്ല. കമാൻഡ്മെന്റ്സ് നീഡ്സ് ടു ബി ഒബെയ്ഡ്. അപ്പോൾ ഇത് വെറും ഒരു ചടങ്ങ്, ഒരു മെമ്മോറിയൽ, കർത്താവിനെ ഓർത്തു, ഓക്കെ, അങ്ങനെ മാത്രമല്ല അപ്പം നുറുക്കലുള്ളത്. അപ്പം നുറുക്കലിനകത്ത് ഒരു ദൈവത്തിന്റെ കൃപയുടെ ഒരു വ്യാപാരമുണ്ട്. ആ കൃപയുടെ വ്യാപാരം എന്ന് പറയുന്നത്, നമ്മൾ ഈ അപ്പത്തെ കാണുമ്പോൾ, നുറുക്കപ്പെടുമ്പോൾ, ക്രിസ്തുവിന്റെ ശരീരം നുറുങ്ങിയത് ഓർക്കുമ്പോൾ, ഈ അപ്പം എന്താ പറയുന്നത്, നമ്മളെല്ലാം ഒരു ശരീരമാണെന്നും ഈ അപ്പം ആ ശരീരത്തെ സൂചിപ്പിക്കും നമ്മൾ ഓർക്കുമ്പോൾ, അതിനകത്തൊരു സ്പിരിച്വൽ ബ്ലെസ്സിങ്സിന്റെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ബിക്കോസ് വി നോ വി ലിവ് ബൈ ഹിം. കർത്താവിനെ സാത്താൻ പരീക്ഷിക്കുന്ന സമയത്ത് സാത്താൻ അവനോട് പറയുന്ന, കഴിയുമെങ്കിൽ ഈ കല്ലുകളെ അപ്പമായി മാറുവാൻ കൽപ്പിക്കുക. അപ്പൊ ശരിക്കും കർത്താവ് പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്. അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, ഒരു മനുഷ്യൻ ജീവിക്കാൻ അവന് ഫിസിക്കൽ ഫുഡ് മാത്രമല്ല, ദൈവത്തിന്റെ വായിന്ന് വരുന്ന വചനത്താലും സകല വചനത്താലുമാണ് അവൻ ജീവിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ അപ്പം കഴിക്കുമ്പോൾ നമ്മൾ പറയുന്നത്, ലോർഡ് വി ലിവ് ബൈ യു. ഞങ്ങൾ ജീവിക്കുന്ന ഇവിടെ ആഹാരം ഉള്ളതുകൊണ്ടല്ല,
ഞങ്ങൾ ജീവിക്കുന്നത് നീ ഇവിടെ ഉള്ളതുകൊണ്ടാണ്. യു ആർ ദ റീസൺ ദാറ്റ് ഐ എം അലൈവ്. യു ആർ ദ റീസൺ ദാറ്റ് ഐ എം റിഡീംഡ്. അപ്പൊ ശരിക്കും പറഞ്ഞ സ്പിരിച്വൽ ബ്ലെസ്സിങ് ഞാൻ ഈ അപ്പം എടുക്കുമ്പോൾ എന്റെ മനസ്സിൽ വരുന്ന, കർത്താവെ, ഐ എം നറിഷ്ഡ് ബൈ യു ഓൺ എ ഡെയിലി ബേസിസ്, ഓൺ എ മോമെന്റ് ബൈ മോമെന്റ് ബേസിസ് എന്നുള്ളതാണ്. അപ്പൊ ശരിക്കും അതൊരു empty ആയിട്ട് നമ്മളൊരു അപ്പം നുറുക്കി ഓർത്തു എന്ന് മാത്രമല്ല, ദൈവം നമുക്ക് തരുന്ന നറിഷ്മെന്റിനെയും കൂടിയാണ് ഓർക്കുന്നത്. സ്പിരിച്വൽ നറിഷ്മെന്റ്. He nourishes us spiritually every day. അപ്പോൾ ഈ ഓർമ്മകൾ നമ്മളെ വിശദീകരിക്കുന്ന ഓർമ്മകളാണ്. കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു എന്ന് പറയുന്നത്, നമ്മൾ അവൻ്റെ കൂടെ മരിച്ചു എന്ന് പറയുന്നതൊക്കെ സാങ്ക്ടിഫൈസ് us. സോ ലോർഡ് സപ്പർ, അതായത് കർത്താവിന്റെ മേശ അല്ലെങ്കിൽ അപ്പം നുറുക്കൽ ശുശ്രൂഷ, നമ്മളെ സംബന്ധിച്ച് ദൈവികമായ കൃപകളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ കൂടെ അതിന്റെ കൂടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ചില ആൾക്കാർ പറയാറുണ്ട് ഇതിനകത്തോടെ ഹീലിംഗ് ഉണ്ട്. അങ്ങനെയൊന്നും വചനമില്ല. ഹീലിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അൾട്ടിമേറ്റ്ലി ടു ദ സോൾ. ബോഡിക്ക് ഇപ്പോഴത്തെ വലിയ ഹീലിംഗ് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, കാരണം നമ്മൾ ഈ ബോഡിയുമായിട്ട് എന്തായാലും നിത്യമായിട്ട് ജീവിക്കാൻ പോകുന്നില്ല. നമ്മൾ ഇത്തിരി ഹീലിംഗ് കിട്ടി നല്ല മിടുക്കനായിട്ടിരുന്നിട്ടും ഇതും കൊണ്ട് ജീവിക്കാൻ എത്ര നാൾ ജീവിക്കാൻ പറ്റും? കുറച്ച് നാളത്തേക്കുള്ള ഒരു പരിപാടി മാത്രമേ ഉള്ളൂ ഇത്. അപ്പൊ ഇതിന് എത്ര സൂപ്പറാക്കി സൂക്ഷിച്ചാലും വി വിൽ ഗോ. അപ്പൊ ഈ ഒരു ശരീരത്തിന് ഇത്ര സൗഖ്യം കിട്ടി, ഓക്കെ, നല്ല കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും ശരീരത്തിന് സൗഖ്യം ഉണ്ടായിരിക്കട്ടെ. അല്ല, മനഃപൂർവ്വം ശരീരത്തിന് രോഗം ഉണ്ടാകണം നമ്മൾ ആരും ചിന്തിക്കുന്നില്ലല്ലോ. ശരീരത്തിന് സൗഖ്യം ഉണ്ടായിരിക്കട്ടെ, ബട്ട് ദാറ്റ്സ് ഓൺലി ഫോർ എ ലിമിറ്റഡ് ടൈം. അപ്പോൾ സൗഖ്യം എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ മൈൻഡിനാണ്, നമ്മുടെ സോളിനാണ് വേണ്ടത്. ആ ഒരു ഹീലിംഗ് ആണ് കർത്താവ് നമുക്ക് എപ്പോഴും തന്നുകൊണ്ടിരിക്കുന്നത്, തന്നിട്ടുള്ളത്. അതിന്റെ ഒരു ഓർമ്മ കൂടിയാണ് നമ്മൾ അപ്പം നോക്കുന്നത്. ഇറ്റ്സ് നത്തിങ് അബൌട്ട് ഫിസിക്കൽ ഹീലിംഗ്. ഓക്കെ, അതൊരു പല ആൾക്കാരും പറയാറുണ്ട് ഇത് കഴിച്ചപ്പോൾ എൻ്റെ തലവേദന മാറി. അതൊരുമാതിരി നമ്മുടെ പഴയ എന്താ മന്ത്രവാദത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന്, ഈ ഓക്കൾട്ട് ഷാമനിസം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് പ്രസാദം, ഇങ്ങനെയുള്ള ദൈവികമായ ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് പ്രശ്നങ്ങൾ മാറുന്നു. ഹീലിംഗ് there is no foundation in the Bible to believe it. ഇത് പ്യൂർലി ഇറ്റ്സ് അബൌട്ട് ദ സാൽവേഷൻ. വേറെ ഒന്നിനെയും കുറിച്ചും അല്ല. ഇറ്റ്സ് നോട്ട് അബൌട്ട് എനിത്തിങ് വേൾഡ്ലി ഓർ ഫിസിക്കൽ. ഇറ്റ് ഈസ് ഓൺലി അബൌട്ട് ദ സാൽവേഷൻ ദാറ്റ് വി റിസീവ്. അതാണ് അപ്പം നുറുക്കൽ നമ്മൾ ഓർക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്പിരിച്വൽ നറിഷ്മെന്റ് ദാറ്റ് എവറി ഡേ വി ഗെറ്റ്, അപ്പൊ എന്നെ തിന്നുന്നവൻ ഞാൻ മൂലം ജീവിക്കും എന്ന് പറയുന്ന പോലെ, അത് ലിറ്ററലി യേശുക്രിസ്തുവിന്റെ ശരീരം തിന്നുക എന്നുള്ളതല്ലല്ലോ. തീർച്ചയായിട്ടും അത് അവന്റെ രക്ഷയുടെ സൽഫലങ്ങളെ എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ കർത്താവിന് നമ്മളോടുള്ള സ്നേഹത്തെയും നമുക്ക് കർത്താവിനോടുള്ള സ്നേഹത്തെയും, അപ്പോൾ ഈ ഒരു കാര്യം കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത് കർത്താവിന്റെ കൂടെയുള്ള ഒരു പന്തി ഭോജനത്തിൽ നമ്മളെ പ്രവേശിപ്പിക്കുന്നത് വഴി, കർത്താവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കുന്ന വഴി കർത്താവ് നമ്മളോട് സംസാരിക്കുന്ന കാര്യം, ഞാൻ നിന്നെ എത്രയോ സ്നേഹിക്കുന്നു, എൻ്റെ മരണം നിനക്ക് വേണ്ടിയായിരുന്നു, ഇതിന്റെ എല്ലാ സ്പിരിച്വൽ ബ്ലെസ്സിങ്സും നിനക്കുള്ളതാണ് എന്ന് കർത്താവ് എന്നോട് വ്യക്തിപരമായിട്ട് സംസാരിക്കുന്നുണ്ട്. അതിനുള്ളൊരു മീൻസും കൂടിയാണ് ഈ അപ്പം നുറുക്കൽ എന്ന് പറയുന്നത്. ദൈവത്തിന്റെ ശബ്ദം, നമ്മോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ ശബ്ദം, ദൈവം നമ്മോട് കാണിക്കുന്ന സ്നേഹം, ആ സ്നേഹത്തിൽ സ്വയം നഷ്ടപ്പെടുന്ന, ജീവനെ നഷ്ടപ്പെടുന്ന കർത്താവിന്റെ നമ്മോടുള്ള ആ പാഷൻ, അതാണ് ശരിക്കും ഈ ഒരു കാര്യത്തോട് നമ്മളോട് സംസാരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. കർത്താവ്, നീ ഞങ്ങൾക്ക് വേണ്ടി മരിക്കാൻ തക്കവൻ. എത്ര വലിയ ദൈവസ്നേഹമാണ് ഈ അപ്പം നുറുക്കലിലൂടെ, തകർക്കപ്പെടാൻ വിട്ടുകൊടുക്കുന്നതിലൂടെ നീ എനിക്ക് വേണ്ടി ചെയ്തത്, എനിക്ക് കാണിച്ചു തന്നത് എന്നുള്ള ആ ഒരു കാര്യമാണ്. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ കമ്മ്യൂണിക്കേഷൻ കൂടിയാണ്. ഇനി നമ്മൾ മറ്റ് സഭകൾ എങ്ങനെയാണ് ഈ അപ്പം നുറുക്കലിനെ കാണുന്നത് നമുക്ക് നോക്കാം. ഇത് വേദശാസ്ത്രപരമായ ഒരു പഠനത്തിൽ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. പ്രധാനമായിട്ടും 3 വ്യൂ പോയിന്റ്സ് ആണ്, അതായത് 3 രീതിയിലാണ് ആളുകൾ ഈ അപ്പം നുറുക്കലിനെ കാണുന്നത്. റോമൻ കാത്തലിക്, ട്രഡീഷണൽ ഓർത്തഡോക്സി, ആ ചർച്ചുകളില് അപ്പം നുറുക്കൽ എന്ന് പറയുന്നത് ഒരു കുർബാനയാണ്, ഒരു യാഗമാണ്. ഈ യാഗത്തിന്റെ പ്രത്യേകത, യാഗ വസ്തു എന്ന് പറയുന്നത് യേശുവിന്റെ ശരീരം തന്നെയാണ്. അപ്പോൾ അതെങ്ങനെ സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ നുറുക്കപ്പെടുന്ന അപ്പം യേശു ക്രിസ്തുവിന്റെ ശരീരമായി രൂപാന്തരം പ്രാപിക്കുകയാണ് അച്ഛൻ പ്രാർത്ഥിക്കുന്നത്. ഈ ഒരു വ്യൂ പോയിന്റിനെയാണ് നമ്മൾ ട്രാൻസബ്സ്റ്റാൻഷിയേഷൻ അല്ലെങ്കിൽ വസ്തുമാറ്റ സിദ്ധാന്തം എന്ന് പറയുന്നത്. അപ്പോൾ വസ്തുമാറ്റ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോ ലോങ്ങർ ബ്രെഡ്, ഇറ്റ് ഹാസ് ബിക്കം ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ ശരീരമായിട്ട് അത് മാറി, അതിന്റെ സബ്സ്റ്റൻസ് മാറി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ
ഈ വർക്കിലൂടെ ദൈവത്തിന്റെ കൃപ അത് യേശുക്രിസ്തുവിന്റെ ശരീരമാക്കി രൂപാന്തരപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ അപ്പത്തെ ക്രിസ്തുവായിട്ട് കാണുന്നത് കൊണ്ട് അവർ ഈ അപ്പത്തെ വണങ്ങും, അപ്പത്തിന് മുമ്പിൽ നമസ്കരിക്കും. അച്ഛൻ അങ്ങനെ അപ്പത്തിന് മുമ്പിൽ നമസ്കരിച്ചു. തിരുവോസ്തി എന്ന് പറയാം. അപ്പൊ തിരുവോസ്തി എന്ന് വിശ്വസിക്കാനുള്ള കാരണം തിരു ശരീരമാണ് അതെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇതിനകത്തുള്ള ഒരു ലോജിക്കൽ പ്രോബ്ലം എന്ന് പറയുന്നത്, യേശുക്രിസ്തുവിന്റെ ശരീരം ആകെ എത്ര എണ്ണം ഉണ്ട് എന്നതാണ്. ഒരിക്കലായി അർപ്പിക്കപ്പെട്ട യേശുക്രിസ്തുവിന്റെ മനുഷ്യ ശരീരം, ആ മനുഷ്യ ശരീരം വീണ്ടും വീണ്ടും ഓരോരോ യാഗപീഠത്തിലും ഉണ്ടാവുകയാണ്. ഓരോരോ യാഗപീഠത്തിലും വചനം ജഡമായി തീരുകയാണോ? എത്ര അവതാരം, എത്ര പ്രാവശ്യം കർത്താവ് ഈ ശരീരത്തിൽ വരുന്നുണ്ട്? അതൊരു വലിയ ലോജിക്കൽ പ്രോബ്ലമാണ്. അത് ഈ കാത്തലിക് സിസ്റ്റത്തിൽ മുഴുവൻ ആ ലോജിക്കൽ പ്രോബ്ലംസ് ഉണ്ട്. കാരണം അതൊരു പോപ്പുലർ റിലീജിയൻ. ഈ പോപ്പുലർ റിലീജിയൻ എന്ന് പറയുന്നത് ശരിക്കും ഒത്തിരി കോൺട്രഡിക്ഷൻസ് ഉള്ള റിലീജിയൻ. ഏത് റിലീജിയൻ ആയാലും. ഇപ്പൊ പെൻഡക്കോസ്റ്റലുണ്ട് ഒരു പോപ്പുലർ പെൻഡക്കോസ്റ്റലിസം. പോപ്പുലർ പെൻഡക്കോസ്റ്റലിസം എന്ന് പറയുന്നത് മുഴുവൻ എന്താ പറയുന്നത്, നമുക്ക് ഒരു പിടിയും കിട്ടാത്ത അന്ധവിശ്വാസങ്ങളാണ്. ഇഷ്ടം പോലെ അന്ധവിശ്വാസങ്ങൾ. എനിക്ക് തോന്നുന്നു പെന്തക്കോസ്റ്റിലാണ് കൂടുതൽ അന്ധവിശ്വാസങ്ങളുള്ളത്. ബാക്കിയുള്ളവരൊക്കെ കുറച്ചൊക്കെ വിദ്യാഭ്യാസത്തിന്റെ വെളിവ് അവരുടെ തലയിലോട്ട് കയറുന്നുണ്ട്. ഈ പെന്തക്കോസ്റ്റിനകത്ത് എന്തുമാത്രം അന്ധവിശ്വാസങ്ങളാണെന്നറിയും. വെള്ളിയാഴ്ച ദുരാത്മ പോരാട്ടം കൂടുതലാണ്. ആ ദേവാലയത്തിന്, വേറെ മതക്കാരുടെ ദേവാലയത്തിന് മുകളിൽ നടന്നു കഴിഞ്ഞാൽ അവിടെ പോരാട്ടം. അവർ കഴിക്കുന്ന മുട്ട, അവർ തരുന്ന മുട്ട സ്തോത്രം ചെയ്തിട്ടേ കഴിക്കാവൂ. വീടിന് മുമ്പിൽ ചെമ്പരത്തിപ്പ് കണ്ട ആരോ കൂടോത്രം ചെയ്തു. എന്റെ പ്രിയ സഹോദരങ്ങളെ, കൂടോത്രം ഒന്നും തണുപ്പില്ല എന്ന് ശാസ്ത്രീയമായിട്ട് നമ്മൾ പഠിച്ച ശേഷം പിന്നീട് വന്ന് ഈ പെന്തക്കോസ് ആയി കഴിയുമ്പോൾ കാണുന്നതും പിടിക്കുന്ന എല്ലാം കൂടോത്രം, ആഭിചാരം, കെട്ട്, ഇതൊക്കെ അന്ധവിശ്വാസമല്ലേ ശരിക്കും തന്നെ? എന്തും മാത്രം അന്ധവിശ്വാസങ്ങളാണ്. അതുപോലെ എന്തെങ്കിലും അപകടം വന്നു കഴിഞ്ഞാൽ അത് അയാൾ അത് പറഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒന്നും പറയാനില്ല, രാവിലെ എഴുന്നേറ്റപ്പോൾ പ്രാർത്ഥിക്കാൻ സമയം കിട്ടില്ല, പുള്ളി ഇറങ്ങിപ്പോയി, അങ്ങനെയാണ് ഇത് പറ്റിയത്. മുഴുവൻ നമ്മൾ ഈ ശരിക്കും അന്ധവിശ്വാസം ഉണ്ടാകുന്നത് കോസ് ആൻഡ് എഫക്റ്റ് നമ്മൾ മിസ്ഇന്റർപ്രറ്റ് ചെയ്യുമ്പോഴാണ്. കോസ് ആൻഡ് എഫക്റ്റ്. ഇപ്പൊ ഉദാഹരണത്തിന്, ഒരാൾ രാവിലെ ബിസിനസ് ചെയ്യാൻ പോകുന്നു, വഴിയിൽ വെച്ചൊരു പൂച്ച എതിരെ ചാടി, അയാളുടെ ബിസിനസ് ഒന്ന് കൊളാപ്സ് ആയി. പുള്ളി എഫക്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് കൊളാപ്സ് ആയി. കോസ്, അതിന്റെ കാരണം പുള്ളി അനലൈസ് ചെയ്ത് പുള്ളിയുടെ വിവരക്കേടോ അല്ലെങ്കിൽ അവരുടെ ബിസിനസിന്റെ മറ്റ് സയന്റിഫിക് തലങ്ങളോ അല്ല, ആ പൂച്ച കുറുകെ ചാടിയതുകൊണ്ടാണ്. ദാറ്റ് മീൻസ് ഹി ആട്രിബ്യൂട്ടഡ് എ കോസ് ഫോർ ദാറ്റ് എഫക്ട്. ഇങ്ങനെയാണ് ഈ അന്ധവിശ്വാസങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ എനിക്ക് എത്രയായിട്ട് എന്റെ ബിസിനസ് അങ്ങ് പച്ച പിടിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം അപ്പുറത്തെ വീട്ടുകാര് ഇങ്ങോട്ട് തന്നെ നോക്കിയിരിക്കുന്നുണ്ട്, അവരെന്തോ ഒപ്പിച്ചിട്ടുണ്ട്. സോ എഫക്റ്റ് ഉണ്ട്, അതിന് ഒരു കണക്ഷനും ഇല്ലാത്തൊരു കോസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ കോസ് ആൻഡ് എഫക്റ്റ് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? ഏറ്റവും കൂടുതൽ അന്ധവിശ്വാസം വ്യാപരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ സ്പിരിച്വൽ ഫീൽഡ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രവാചകന്മാരെല്ലാം അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങളുടെ ആക്ട് പ്രഖ്യാപിച്ച് ഗവൺമെന്റ്, അങ്ങനെ കർണാടകയിൽ ഒരു ആക്ട് ഉണ്ട്, അത് കേരളത്തിൽ എത്രയും വേഗം നടപ്പാക്കണം എന്നാണ് എന്റെ ആഗ്രഹം. സോ മച്ച് ഓഫ് ദീസ് തിങ്സ്, കോസ് ആൻഡ് എഫക്ട് ഇന്റർപ്രിട്ടേഷൻ, അത് പുതിയ നിയമത്തിൽ ഒട്ടും ഇല്ലെന്നുള്ളതാണ്. ഈ കോസ് ആൻഡ് എഫക്ട് എന്ന് പറഞ്ഞൊരു സാധനമേ ഇല്ല, എല്ലാം പോക്കായിട്ട് കിടക്കുകയാണ്. അപ്പൊ എന്ത് സംഭവിച്ചാലും നന്മ തിന്മകളുടെ കാരണമല്ല, ദൈവത്തിന്റെ പർപ്പസ് കാരണമാണ്. അപ്പൊ പിന്നെ അതിനകത്ത് ഞാൻ എന്നെ ചെയ്തുകൊണ്ടൊന്നുമില്ല. അതിനകത്ത് ദൈവത്തിന്റെ ശിക്ഷ ഉണ്ടാവാം, എല്ലാം ഉണ്ടാകാം, അത് ഉണ്ട്. പക്ഷെ നമുക്കെല്ലാം ഇന്നത് കൊണ്ടാണ് എന്ന് പറയാവുന്ന ഒരു കോസ് എഫക്ട് രീതിയിലല്ല പുതിയ നിയമം വർക്ക് ചെയ്യുന്നത്. എല്ലാറ്റിനും തോന്നും. അപ്പൊ ഇങ്ങനെയുള്ള അനേകം അന്ധവിശ്വാസങ്ങൾ റോമൻ കാത്തലിക് ചർച്ചിലുണ്ട്, എല്ലാ ചർച്ചുകളിലും ഉണ്ട്. ഇവിടെ എല്ലാം നമ്മൾ തിരിച്ച് വചനത്തിലോട്ട് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെന്തക്കോസ്റ്റിൽ നടക്കും. കാരണം അത് ഈ അന്ധവിശ്വാസങ്ങളൊന്നും ഒരു തത്വങ്ങളായി മാറിയിട്ടില്ല. പക്ഷെ കാത്തലിക് ചർച്ചിൽ അതൊക്കെ ഒരു തത്വമാണ്. ഉദാഹരണത്തിന് എനിക്ക് ഏറ്റവും രസകരമായിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് മറിയമിനോടുള്ള പ്രാർത്ഥന. ഞാൻ ഇതൊന്നും ഈ വിഷയമല്ല, പക്ഷെ അതിനകത്തൊരു ഫണ്ണി സൈഡ് എടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത്. മറിയം നമുക്ക് എന്തായാലും ദൈവമല്ല, ആരും സമ്മതിക്കുന്നില്ല, ദൈവമാണ്. ദൈവത്തിന് മാത്രമുള്ള ഒരു ആട്രിബ്യൂട്ടാണ് സർവ്വവ്യാപിത്വം, ഓംനി പ്രസൻസ് എന്ന് പറയുന്നത്. പക്ഷെ ഈ വിശുദ്ധന്മാർക്കെല്ലാം ഒരുമിതം ഓംനി പ്രസൻസ് കത്തോലിക്ക സഭ കൊടുക്കുന്നുണ്ട്. ദൈവത്തെ പോലെ തന്നെ ഒരേ സമയത്ത് മണർകാട്ടും, അതേ സമയത്ത് തന്നെ വേളാങ്കണ്ണിയിലും, അതേ സമയത്ത് തന്നെ അവിടെ ഇവിടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന മുറിയിലും എല്ലാം വരാൻ മറിയമിന് കഴിയുന്നുണ്ട്. That means she is omnipresent. That means she has many bodies, spiritual bodies. ഒന്നല്ല, ഒരു സ്പിരിച്വൽ ബോഡി കൊണ്ട് ഇവിടെ അല്ലേ വരാൻ പറ്റൂ. അപ്പൊ അതേ സ്പിരിച്വൽ ബോഡി അതേ സമയത്ത് വേറെ സ്ഥലത്തുണ്ട്. ഇതാകെപ്പാടെ എന്താ പറയുന്നത്,
ഒരു ടോട്ടൽ മിസ്ഇന്റർപ്രിറ്റ്. അത് തന്നെയാണ് ഈ ട്രാൻസ്സബ്സ്റ്റാൻഷിയേഷനിൽ സംഭവിക്കുന്നത്. യേശുവിന്റെ ശരീരം അനേകം മേശകളിൽ മുറിക്കപ്പെടുന്നു. അനേകം മേശകളിൽ യേശുവിന്റെ ശരീരം മുറിക്കപ്പെടുന്നു. എത്ര ക്രൂരമാണ് അതല്ലേ, എത്ര ക്രൂരമാണ്. ശരിക്കും പറഞ്ഞാൽ റോമൻ പടയാളികളാണ് ആ മുറിച്ചത്. യേശുവിന്റെ ശരീരം യാഗമാക്കപ്പെടുന്നു. അത് ഓരോ മേശയിലും ഓരോ ക്രിസ്തു, ഓരോ ശരീരവും പുനരാവിഷ്കരിക്കപ്പെടും. അവരത്രയൊന്നും ചിന്തിക്കുന്നില്ല കേട്ടോ. നമ്മൾ ഈ ലോജിക്കലി ഒന്ന് നോക്കി കഴിഞ്ഞപ്പോഴാണ് ഇതിനകത്ത് ഈ കുഴപ്പങ്ങൾ മനസ്സിലാക്കുന്നത്. അവരിങ്ങനെ ചിന്തിക്കുന്നില്ല. അപ്പൊ വേദപുസ്തകം കൃത്യമായിട്ട് പറയുന്നു, ഒരിക്കലായി അർപ്പിക്കപ്പെട്ട ശരീരം, വൺസ് ഫോർ ഓൾ. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ ശരീരം ഒരിക്കലായി അർപ്പിക്കപ്പെടുകയും തേജസ്സോടെ പുനരുത്ഥാനം ചെയ്യുകയും. ഈ ട്രാൻസ്സബ്സ്റ്റാൻഷിയേഷന്റെ വേറൊരു കുഴപ്പം എന്ന് പറഞ്ഞാൽ ഇത് മരിക്കുന്നതല്ലാതെ മുറിക്കപ്പെടുന്നതല്ലാതെ ഇത് കൂടിച്ചേരുന്നില്ല എന്നുള്ളതാണ്. യേശുവിന്റെ ശരീരം മുറിച്ചാൽ പിന്നെ എന്ത് സംഭവിക്കണം? ശരിക്കും പുനരുത്ഥാനം ഉണ്ടാകുന്നു അല്ലെ? നമ്മൾ ആത്മീകമായിട്ട് പറയുന്നതുകൊണ്ട് നമ്മുടെ ഉള്ളിലാണ് ജീവൻ ഉണ്ടാകുന്നത്. അപ്പൊ യേശുവിന്റെ ശരീരം അവിടെ അല്ല നുറുക്കപ്പെടുന്നത്. യേശുവിന്റെ ശരീരം ഒരിക്കലായി നുറുക്കപ്പെടുകയും നമുക്ക് ജീവൻ നൽകുകയും ചെയ്തു. ഓക്കെ. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ ശരീരം അവർ മുറിക്കുന്നുണ്ട്, പക്ഷെ തിരിച്ച് ജീവൻ പ്രാപിക്കുന്നില്ല. ദാറ്റ് മീൻസ് ഇറ്റ്സ് എ ഫെയിൽഡ് സാക്രിഫൈസ് എവരി ടൈം. ഇതാണ് ട്രാൻസ്സബ്സ്റ്റാൻഷിയേഷന്റെ അപകടങ്ങൾ. അപ്പോൾ പുനരുത്ഥാനം ഇനി എങ്ങനെ കാണിക്കാൻ നിവൃത്തിയില്ല. ക്രിസ്തുവിന്റെ ശരീരമാണ് യാഗം കഴിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും എന്ത് സംഭവിച്ചിരിക്കണം? പുനരുത്ഥാനം സംഭവിച്ചിരിക്കും. സോ cannot do it. അത് മാത്രമല്ല, യേശുക്രിസ്തു തന്നെയാണ് മഹാപുരോഹിതൻ എന്നുള്ളത് കൊണ്ട് അവന്റെ ശരീരം അർപ്പിക്കുവാൻ, ഏൽപ്പിച്ചു കൊടുക്കുവാൻ കർത്താവിന് മാത്രമേ സാധിക്കുള്ളൂ. അപ്പൊ ഇവിടുത്തെ കുർബാനകളിൽ ആരാണ് ഈ ശരീരം ഏൽപ്പിച്ചു കൊടുക്കുന്നത്? ക്രിസ്തു സ്വയമേ ഏൽപ്പിച്ചു കൊടുക്കുകയല്ല ചെയ്യുന്നത്. അച്ഛൻ ബലമായിട്ട് എടുത്ത് മുറിക്കുകയാണ്. സോ മെനി ലോജിക്കൽ പ്രോബ്ലംസ് ആൻഡ് ഡിസ്കണക്ട് വിത്ത് ദ ഒറിജിനൽ നറേറ്റീവ്. അതായത് കർത്താവിന്റെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ് എന്നുള്ളതിന് വളരെ വിചിത്രമായ ഒരു പുനരാവിഷ്കാരം. അത് മുഴുവൻ പ്രശ്നമാണ്. ഞാൻ എല്ലാവരും ഒത്തിരി പേര് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്, ഈ മരിച്ചവരോട് പ്രാർത്ഥിക്കുന്നോ, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നോ, വിശുദ്ധന്മാരോട് പ്രാർത്ഥിക്കുന്നോ ഒക്കെ മിസ്റ്റേക്സ് ആണ്. പക്ഷെ അതൊന്നും അല്ല വലിയ മിസ്റ്റേക്ക്. ഒരു ചർച്ചിനെ സംബന്ധിച്ച്, കാത്തലിക് ചർച്ചിനെ, ഓർത്തഡോക്സ് ചർച്ചിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ മിസ്റ്റേക്ക് യേശുക്രിസ്തുവിന്റെ ശരീരത്തെ അവർ പിന്നെയും മുറിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ എന്ത് സംഭവിക്കുന്നു? അവിടെ ഒരു പൗരോഹിത്യം ഉണ്ടായി. ഓക്കെ. ഏക മഹാപുരോഹിതനായ ക്രിസ്തുവിന് പകരം വീണ്ടും യാഗം അർപ്പിക്കുന്ന ഒരു പുരോഹിതൻ ഉണ്ടായി. അപ്പൊ യേശുക്രിസ്തുവിന് മാത്രമേ ഈ ശരീരം ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റൂ എന്നുള്ളത് കൊണ്ട് അച്ഛന്മാരപ്പൊ കാപ്പയിട്ട് കഴിഞ്ഞാൽ അവര് ക്രിസ്തുവായിട്ട് പരിഗണിക്കണം എന്നാണ്. പക്ഷെ ക്രിസ്തുവായിട്ട് പരിഗണിച്ചാൽ അവരുടെ ശരീരം കൊടുക്കാൻ അവർക്ക് അധികാരമില്ല. അവരുടെ അപ്പം എടുത്ത് കൊടുക്കാനുള്ള അധികാരമുണ്ട്. ഇതെല്ലാം ആകെ പ്രശ്നമാണ്. ഇതിനാണ് നമ്മൾ ട്രാൻസ്സബ്സ്റ്റാൻഷിയേഷൻ വ്യൂ എന്ന് പറയുന്നത്, വസ്തുമാറ്റ സിദ്ധാന്തം. That bread becomes the body of Christ and the priest breaks it. ഇതാണ് ഒരു പ്രധാനപ്പെട്ട ഉപദേശം, ട്രാൻസ്സബ്സ്റ്റാൻഷിയേഷൻ എന്ന് പറയുന്ന ഒരു ഉപദേശം. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, യേശു കർത്താവ് ഇത് കൊടുത്തപ്പോൾ ഇത് എന്റെ ശരീരം എന്ന് പറഞ്ഞല്ലേ അപ്പം കൊടുത്തത്. അപ്പം ശരീരമല്ലേ? അപ്പം ശരീരമല്ലെങ്കിൽ അതുപോലെ തന്നെ എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഒരു ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ അപ്പം എടുത്ത് കൊടുക്കുന്നത് യേശുക്രിസ്തു ആണെന്നുള്ളതാണ്, ഞാനല്ല. യേശുക്രിസ്തു ആണ് അപ്പം എടുത്ത് കൊടുത്തിട്ട് പറയുന്നത് ഇത് എന്റെ ശരീരം എന്ന് പറയുമ്പോൾ അതിനർത്ഥം സിംബോളിക്കായിട്ട് കർത്താവ് അത് ശരീരമായിട്ട് കാണിച്ചു തരുന്നത്. ഞാൻ നിങ്ങൾക്കായി മരിക്കാൻ പോവാണ്, അതുകൊണ്ടാണ് എന്റെ ശരീരം എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അത് ക്രിസ്തുവിന്റെ യാഗത്തിന്റെ മുൻകുറിയായിട്ടാണ് അത് കാണിക്കുന്നത്. എന്നെ തിന്നുന്നവൻ ഞാൻ മൂലം ജീവിക്കുന്ന കർത്താവ് പറയുന്നതിന്റെ താഴെ തന്നെ കർത്താവ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് ആത്മാവിനെയും ജീവനെയും കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇറ്റ്സ് നോട്ട് അബൌട്ട് ഫ്ലഷ്, ലിറ്ററൽ ഫ്ലഷ് ആൻഡ് ലിറ്ററൽ ബ്ലഡ്. അപ്പൊ യേശുക്രിസ്തുവാണ് യാഗം കഴിക്കുന്നുള്ളതുകൊണ്ട് അത് അവന്റെ ശരീരമാണ്. പക്ഷെ യാഗം കഴിച്ച് പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ യാഗങ്ങളില്ല. യാഗം മീൻസ് കുർബാന. ആ യാഗം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ യാഗമില്ല. ഒറ്റ യാഗമാണ് നമ്മൾ എന്നേക്കുമായി വിശദീകരിക്കുന്നത്. അപ്പൊ കുർബാനയുടെ അടുത്തേക്ക് നമ്മൾ ചെല്ലുമ്പോൾ എന്താ പറയുന്നറിയോ? കർത്താവെ, നീ തന്നെ മഹാപുരോഹിതനായി കാൽവരി ക്രൂശിൽ എനിക്ക് വേണ്ടി നിത്യമായ ഒരു യാഗം കഴിച്ചെങ്കിലും എന്റെ പാപങ്ങളൊന്നും മാറിയിട്ടില്ല. അപ്പോൾ ആ യാഗം വാസ് നോട്ട് എറ്റേണലി എഫക്റ്റീവ്. അതുകൊണ്ട് ഞാൻ അതിന്റെ ഒരു രണ്ടാം യാഗത്തെ ആശ്രയിക്കുകയാണ്. ഞങ്ങളുടെ അച്ഛൻ ഒരു യാഗം കഴിക്കുന്നുണ്ട്, ഇനി അതിലാണ് എൻ്റെ പ്രതീക്ഷ. അപ്പൊ അവിടുത്തെ ശരീരം എന്ന് പറയുന്ന ഒരു ബ്രെഡാണ്. ഓക്കെ. അത് യേശുവിന്റെ ശരീരം എന്ന് സങ്കല്പിച്ച് ഒരു മുറിച്ചു തരും. അതിനകത്തുനിന്ന് ഇനി പാപമോചനം ലഭിക്കും. സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള ചിന്താഗതിയാണ്. ഞാനിത് പറയാനുള്ള കാരണം, എപ്പോഴാണോ നമ്മൾ പാപമോചനത്തിനായി വേറെ വഴികൾ തേടുന്നത്, അതായത് യേശുക്രിസ്തുവിന്റെ ഏകയാഗമല്ലാതെ വേറെ വഴികൾ തേടുന്നത്, അപ്പോഴെല്ലാം നമുക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മൾ ക്രിസ്തുവിന്റെ യാഗം എനിക്ക് പോരാ, മതിയായില്ല, അതെന്നെ നിത്യമായി രക്ഷിച്ചില്ല, എനിക്കിനി രക്ഷപ്പെടണമെങ്കിൽ എൻ്റെ കുറച്ച് പ്രവൃത്തികൾ വേണം, അല്ലെങ്കിൽ വേറെ കുറച്ച് യാഗങ്ങൾ വേണം, ഇതുകൊണ്ടൊന്നും മതിയാകുന്നില്ല എന്ന് പറയുമ്പോൾ ആക്ച്വലി വി ആർ ബിലിറ്റിലിംഗ് ദ സാക്രിഫൈസ് ഓഫ് ക്രൈസ്റ്റ് ആൻഡ് വി ആർ ആക്ച്വലി റിഡിക്യൂളിംഗ് ഇറ്റ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മരണസമയത്ത് സംസാരിക്കാൻ ഇങ്ങനെ പറഞ്ഞു, ധൈര്യമായിട്ട് മരിച്ചയാളെ നമ്മൾ ആ കുഴിയിൽ വെച്ചിട്ട് മണ്ണ് മൂടിയിട്ട് കൈയും വീശി നടന്നു പോകും. അപ്പൊ ആൾക്കാർ ആത്മാവിന് വേണ്ടി ഒന്നും പ്രാർത്ഥിക്കണ്ടേ, അയ്യോ ഇവരിങ്ങനെ വിട്ടിട്ട് പോകുന്നത് ശരിയാണോ? അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര കോൺഫിഡൻസ്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരൊറ്റ യാഗം ഉണ്ടായിരുന്നുള്ളൂ, ആ യാഗത്തിൽ വിശ്വസിക്കുന്നവരെല്ലാം അപ്പുറത്ത് കടന്നു കഴിഞ്ഞു. നമുക്ക് ഭയങ്കര ധൈര്യം. അതുകൊണ്ട് ഈ ആവർത്തിക്കപ്പെടുന്ന യാഗം ആയതുകൊണ്ട് അച്ഛൻ 500 കുർബാന കഴിച്ചാൽ ഇത് രക്ഷപ്പെടുമെന്ന് അറിയാൻ മേല, വി ഡോണ്ട് നോ. അപ്പൊ നമ്മൾ പിന്നെയും ഇത് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെ പിന്നെയും ചെയ്യേണ്ട കാര്യമില്ല. ബിക്കോസ് വൺ സാക്രിഫൈസ് ഹസ് ക്ലെൻസ്ഡ് us eternally forever. എത്ര മനോഹരം! ഇതാണ് രക്ഷയുടെ ബ്യൂട്ടി എന്ന് പറയുന്നത്. വി ഡോണ്ട് നീഡ് ടു ഡു എനിത്തിങ്, നോ കർമ്മ, നത്തിങ്, ബിക്കോസ് ദ ലോർഡ് ഹാസ് സേവ്ഡ് us by his grace and by his sacrifice. അപ്പൊ അതുകൊണ്ട് ഈ ട്രാൻസ്സബ്സ്റ്റാൻഷൻ ഈ പലപ്പോഴും പെന്തക്കോസ്റ്റ് ചർച്ചകളിൽ കത്തോലിക്കരെ പുറത്തുള്ളവരെ വിധിക്കാൻ നിങ്ങൾക്ക് എന്ത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ വിധിക്കേണ്ട. ഈ പെന്തക്കോസ്റ്റ് ചർച്ചയിൽ ചില പാസ്റ്റർമാർ അപ്പം എടുത്ത് വാഴ്ത്തുന്ന കണ്ടാൽ നമുക്ക് തന്നെ സംശയം തോന്നും, ഇതെങ്ങാനും ഇനി യേശുവിന്റെ ശരീരമായിട്ട് മാറിയോ. അങ്ങനെ തന്നെ അവർ കൊടുക്കുന്നു. അതായത് നിങ്ങൾ ഇനി എവിടെയെങ്കിലും ഒരു വേറെ ചർച്ചയിൽ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഒരു ആചാരപരമായി സെറമോണിയലായിട്ട് ഈ അച്ഛന്മാർ ചെയ്യുന്ന പോലെ തന്നെ വൈബ്രേഷൻ കൊണ്ടുവന്ന് അതുപോലെ തന്നെ അപ്പം എടുത്ത് വാഴ്ത്തി വിറപ്പിച്ച് മുറിച്ച് അങ്ങനെയാണ് അവർ കൊടുക്കുന്നത്. അത് യാഗം പോലെ തന്നെ അവർ ചെയ്യുന്നത്. എന്നിട്ട് ഇതെന്റെ ശരീരം എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നത്. ഈ പാസ്റ്ററുടെ ശരീരമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ആൻ ഇമിറ്റേഷൻ ഓഫ് വാട്ട്സ് ഹാപ്പനിങ് ഇൻ ദ എപ്പിസ്കോപ്പൽ ചർച്ചസ്. കാരണം ഈ അച്ഛനായിട്ട് ഇങ്ങനെ കുർബാന വരാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. ഈ പ്രത്യേകിച്ചും പാസ്റ്റർമാർ ഇത്തിരി നീട്ടത്തിൽ ചൊല്ലുമ്പോൾ അതിന്റെ പ്രിയ സഹോദരങ്ങളെ അവിടെ നടക്കുന്ന ആകെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർമ്മകളിലൂടെ കർത്താവിന്റെ മരണത്തെ നമ്മൾ ആഘോഷിക്കുകയും അത് നമ്മളെ വിശദീകരിക്കുകയും ചെയ്യാൻ അവിടെ സംഭവിക്കുന്നത്. ദ ബ്രെഡ് റെപ്രസെന്റ്സ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. നമ്മൾ ആ ഒരു വ്യൂ പോയിന്റിലോട്ട് വരുന്നതിന് മുമ്പ് ലൂതറൻ വിശ്വാസം എന്ന് പറയുന്ന ഒരു സാധനം കോൺ സബ്സ്റ്റാൻഷിയേഷൻ എന്ന് പറയും. അതെന്താണെന്നും കൂടെ നമുക്കൊന്ന് ചിന്തിച്ച ശേഷം നമുക്ക് നമ്മൾ എന്താ വിശ്വസിക്കുന്നുള്ളതിലേക്ക് നമുക്ക് വരാം. ഓക്കെ, അവർ പറയുന്നത് യേശുക്രിസ്തുവിന്റെ ശരീരമായി അപ്പം മാറുന്നില്ല, അത്ര ആശ്വാസം. അപ്പൊ യാഗം അങ്ങ് മാറ്റി. പക്ഷെ ഈ അപ്പത്തിന്റെ ത്രൂ, അത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഇങ്ങനെയാണ്, ഇൻ വിത്ത് ആൻഡ് അണ്ടർ. അതായത് ഇൻ ദ ബ്രെഡ്, വിത്ത് ദ ബ്രെഡ് ആൻഡ് അണ്ടർ ദ ബ്രെഡ്. മുകളിലും താഴെയും നടുവിലും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ പ്രസൻസ് ഉണ്ട്. അവർ അതിനൊരു എക്സാമ്പിൾ പറഞ്ഞ കേട്ട നിങ്ങൾ ആരും ചിരിക്കരുത്, ചിരിക്കില്ലാന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു സ്പോഞ്ചിൽ വെള്ളം ഇരിക്കുന്ന പോലെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്പോഞ്ച് വെള്ളമല്ല, വെള്ളം സ്പോഞ്ചായി മാറുന്നില്ല, സ്പോഞ്ച് വെള്ളമായി മാറുന്നില്ല, ബട്ട് പ്രസൻസ് ഓഫ് വാട്ടർ. അതുപോലെ തന്നെയാണ് ക്രിസ്തുവിന്റെ ശരീരം. ഇവിടെയും അതേ പ്രോബ്ലം ഉണ്ട്. പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യേശുക്രിസ്തുവിന്റെ ശരീരം ഇപ്പൊ എവിടെയാണ്? നിങ്ങൾ പറയണ്ട, എല്ലാവരും മ്യൂട്ട് ആയതുകൊണ്ട് പറയണ്ട. ഗ്ലോറിഫൈഡ് ബോഡി പിതാവിന്റെ സന്നിധിയിലാണ്, അല്ലെ? തേജസ്കരിക്കപ്പെട്ട് കർത്താവ് മുകളിലോട്ട് പോയി. ആ ശരീരം ഫിസിക്കൽ ഹ്യൂമൻ ബോഡി തേജസ്കരിക്കപ്പെട്ട് കർത്താവിന്റെ അടുത്തേക്ക് പോയ ആ ഹ്യൂമൻ ബോഡി, ആ ബോഡി ഈ ഓരോ യാഗപീഠത്തിൽ എങ്ങനെ വരും? ബിക്കോസ് ഹി സഫേർഡ് ഫോർ വൺസ്. എബ്രായത്തിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, ഇതിങ്ങനെ ആയിരുന്നുവെങ്കിൽ ലോകസ്ഥാപനം മുതലേ കർത്താവ് പല പ്രാവശ്യം മരിക്കേണ്ടതായിരുന്നു. ലോകസ്ഥാപനത്തിന് മരിച്ചില്ലെങ്കിലും ഇപ്പം ക്രൂശിലെ മരണത്തിന് ശേഷമാണ് ഇങ്ങനെ ഈ യാഗം കഴിച്ചാണ് ക്രിസ്തുവിന്റെ ശരീരം വീണ്ടും നമ്മൾ തകർത്തോണ്ടിരിക്കുന്നത്. എനിക്ക് ഏറ്റവും അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഉപദേശം, ഈ കാത്തലിക് ഓർത്തഡോക്സ് ഗ്രൂപ്പിൽ ഏറ്റവും അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഉപദേശം ഈ കുർബാന എന്ന ഉപദേശമാണ്. അതുകൊണ്ടാണ് അവർക്ക് രക്ഷിക്കപ്പെട്ടു എന്ന് പറയാൻ പറ്റാത്തത്. അവർ വീണ്ടും ജനനത്തെ കുറിച്ച് പറയാത്തത് അതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് മർത്തോമാക്കാരും കുർബാന എന്ന് പറയുമെങ്കിലും അവർക്കൊരു പ്രൊട്ടസ്റ്റന്റ് സ്വാധീനമുള്ളത് കൊണ്ട് അവർ വീണ്ടും ജനനത്തെ കുറിച്ച് പറയും. പക്ഷെ അതിനും ഒരു പ്രോബ്ലം ഉണ്ട്. വീണ്ടും ജനിച്ചെങ്കിൽ പിന്നെ എന്തിനാണ് ഈ യാഗം നമുക്ക് ചോദിക്കാം. ബാക്കിയുള്ള പ്രൊട്ടസ്റ്റന്റ് സഭകള് വീണ്ടും ജനനത്തെ കുറിച്ച് പറയുന്നതിന് കാരണം യേശു ക്രിസ്തുവിന്റെ ഒരിക്കലായി കഴിച്ച യാഗമാണ്. എന്നാൽ ഈ ട്രഡീഷണൽ ചർച്ചുകളിൽ വീണ്ടും ജനനത്തെ കുറിച്ച് പറയാൻ പറ്റാത്തതിന്റെ കാരണം ആവർത്തിക്കപ്പെടുന്ന യാഗങ്ങളും സ്വർഗത്തെക്കുറിച്ച് ഉറപ്പില്ലായ്മയുമാണ്. അതുകൊണ്ട് തന്നെയാണ് പെന്തക്കോസ്ത് സഭകളിൽ വീണ്ടും ജനനത്തെ കുറിച്ച് പറയാൻ പറ്റാത്തത്.
കാരണം അവിടെയും ഈ ആവർത്തിക്കപ്പെടുന്ന യാഗങ്ങളിലൂടെയും ശുദ്ധി വരുമെന്നുള്ള പ്രതീക്ഷയിലുമാണ് കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. സ്വർഗത്തിൽ പോകുന്നുള്ള ഉറപ്പ് ആർക്കുമില്ല. ആ ഏകയാഗത്താൽ വിശദീകരിക്കപ്പെടുന്നുള്ള ഉറപ്പ് ആർക്കുമില്ല. അവരെല്ലാം എന്തൊക്കെയോ ചെയ്ത് അല്ല അടുത്ത കർത്തൃമേശയുടെ മുമ്പിൽ ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ച് രക്ഷപ്പെട്ടു പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ അങ്ങനെ വിചാരിക്കുന്നത് കൊണ്ട് അവിടെയും വീണ്ടും ജനനത്തെ കുറിച്ച് പറയാൻ പറ്റില്ല. ഈ വീണ്ടും ജനനം എന്ന ഉപദേശം പറഞ്ഞു കഴിയുമ്പോഴേക്കും ആകെ ആ ലാൻഡ്സ്കേപ്പ് മൊത്തം മാറും. നിങ്ങൾ ഒരു നിമിഷം ആലോചിക്കേ, റീജനറേഷൻ. ഞാൻ ഇന്നലെ വരെ ആദാമിന്റെ സന്തതിയായിരുന്നു. ഇന്ന് യേശു ക്രിസ്തുവിലൂടെ പിതാവിന്റെ മകനായി മാറി, സ്വർഗത്തിലെ പിതാവിന്റെ ഒരു ചൈൽഡ് ഓഫ് ഗോഡ് ആയിട്ട് മാറി. ഒരു പുതിയ ജന്മം എനിക്ക് ലഭിച്ചു. പക്ഷെ ഞാൻ കുറച്ചാൾ കഴിഞ്ഞപ്പം അത്രയൊന്നും സീരിയസ് ആയില്ല. ഞാൻ ഇത്തിരി ഉഴപ്പിപ്പോയി. അപ്പൊ ഞാൻ മരിക്കുകയാണെങ്കിൽ ഞാൻ എങ്ങോട്ട് പോകണം? ന്യായമായിട്ട് നരകത്തിലോട്ട് പോകണം. അപ്പം അങ്ങനെയാണല്ലോ ഇപ്പം ഉപദേശം വ്യാപരിച്ചിരിക്കുന്നത്. അപ്പൊ ഈ നരകത്തിലോട്ട് പോകണമെങ്കിൽ ഞാൻ പുതുതായി ജനിച്ചില്ലായിരുന്നോ ആത്മാവിൽ? ആ പുതുതായി ജനിച്ച ജീവൻ എന്ത് സംഭവിക്കണം? വീണ്ടും ആത്മമരണം പ്രാപിക്കണം. എന്നാലേ നരകത്തിലോട്ട് പോകാൻ പറ്റുള്ളൂ. പക്ഷെ അതിനുമുമ്പ് ഞാൻ മാനസാന്തരപ്പെട്ടു. അപ്പം ആത്മമരണം കിട്ടി, ഞാൻ നരകത്തിൽ പോകാൻ തുടങ്ങുമായിരുന്നു. ആ സമയത്ത് ഞാൻ തിരിച്ചു വന്നു. അപ്പൊ ഞാൻ ഒന്നുകൂടെ വീണ്ടും ജനിക്കേണ്ടി വരും. കാരണം ചത്തുപോയായിരുന്നല്ലോ. അപ്പൊ പിന്നെ ഒന്നും കൂടെ നമ്മൾ സ്നാനപ്പെടേണ്ടി വരും, ഒന്നും കൂടെ വിശ്വസിക്കുന്നു. അങ്ങനെ ഈ ജീവിതത്തിൽ പല പ്രാവശ്യം വീണ്ടും ജനിച്ചും മരിച്ചും വീണ്ടും ജനിച്ചും മരിച്ചുമാണ് ഒരു. അപ്പൊ ഈ പുതിയ ജീവൻ മരിക്കുകയും ജനിക്കുകയും ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരവില്ല. അതുകൊണ്ട് സ്വർഗത്തെക്കുറിച്ചുള്ള ഒരു വാഗ്ദത്വം അങ്ങ് എടുത്തു കളഞ്ഞു. വീണ്ടും ജനനം എന്നുള്ള ഉപദേശവും അങ്ങ് എടുത്തു മാറ്റി. അപ്പൊ സാധാരണ പൗരോഹിത്യ സഭകൾ പോലെയാണ് ഇന്ന് മിക്കവാറും എല്ലാ പെന്തക്കോസ്ത് സഭകളും പോകുന്നത്. അതും പതുക്കെ ആചാര നിബദ്ധമായ ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക്, കർമ്മത്തിൽ ബേസ് ചെയ്തൊരു സ്പിരിച്വാലിറ്റിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വ്യൂ പോയിന്റ്, അതായത് യാഗം, വീണ്ടും പാപമോചനത്തിനായുള്ള യാഗം, വീണ്ടും ക്രിസ്തു അർപ്പിക്കപ്പെടുന്നു, വീണ്ടും കർത്തൃമേശയിൽ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കഷ്ടത അനുഭവിക്കുന്നു. നമ്മൾ വീണ്ടും ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടേയിരിക്കും. ഇടയ്ക്കെങ്ങാനും ശുദ്ധീകരണം പ്രാപിക്കാതിരിക്കുന്ന സമയത്ത് കർത്താവ് വന്നാൽ എൻ്റെ കാര്യം പോയി. അപ്പൊ പഴയ മനുഷ്യൻ വീണ്ടും വന്നു, പുതിയ മനുഷ്യൻ പിന്നെ ചത്തു. നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ ആയില്ലേ? ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ചുറ്റും നടക്കുന്നത്. ബൈബിൾ ഈസ് വെരി ക്ലിയർ ആൻഡ് സിമ്പിൾ. ഒറ്റ കാര്യമുള്ളൂ, അവൻ എന്നെ രക്ഷിച്ചു, വീണ്ടെടുത്തു, ഞാൻ നശിച്ചു പോവുകയില്ല. ബിക്കോസ് ഹി ക്ലെൻസ്ഡ് മീ ഓഫ് മൈ സിൻസ്. അത് മാത്രമല്ല, അവൻ എനിക്കെതിരായ കൈയെഴുത്ത് എടുത്തു കളഞ്ഞു. സ്വർഗത്തിൽ എന്നെ അക്യൂസ് ചെയ്യുവാൻ ഒരു ഡെവിൾ ഇല്ല. ഈസ് ത്രോൺ ഔട്ട്. അപ്പൊ സ്വർഗത്തിൽ പിതാവിനെടുത്ത് ചെയ്ത് ശരിയല്ലല്ലോ എന്ന് ആരും പറയുന്നില്ല. അതുകൊണ്ടാണ് റോമാലയത്തിൽ പറയുന്നത്, ദൈവം നീതീകരിച്ചവനെ ആർ കുറ്റം വിധിക്കും? ഒരു ദൂതന്മാർക്കും അത് സാധിക്കില്ല. വൺസ് ക്രൈസ്റ്റ് ഡൈഡ് ഓൺ ദ ക്രോസ്, ഡെവിൾ ഫെൽ ഫ്രം ദ സ്കൈ. അവൻ ഈ ഭൂമിയിൽ മാത്രമേ ഉള്ളൂ. സ്വർഗത്തിൽ നമുക്കെതിരെ അക്യൂസ് ചെയ്യാനൊരു പ്ലേസ് ഇല്ല. അതിനു മുമ്പ് സ്വർഗത്തിൽ ചെന്ന് ഇവനോ വിശുദ്ധന്മാരുടെ കുറ്റം പറയാം. പക്ഷെ ഇപ്പൊ അവിടെ അവനെ കയറി ചെല്ലാൻ പറ്റത്തില്ല. ബിക്കോസ് ഐ എം ക്ലെൻസ്ഡ് ബൈ ദ ബ്ലഡ് ഓഫ് ദ ലോർഡ്. അതാണ് ഈ സാൽവേഷന്റെ ഗ്ലോറി എന്ന് പറയുന്നത്. ദ ബ്ലഡ് വൺസ് ഓഫർഡ് ഫോർ മീ ഹാസ് ക്ലെൻസ്ഡ് മീ ഫ്രം ഓൾ മൈ ഇനിക്വിറ്റി. എന്റെ എല്ലാ പാപങ്ങളിൽ നിന്നും എന്നെ എന്നേക്കുമായി വീണ്ടെടുക്കുവാനുള്ള രക്ഷയുടെ മനോഹരമായ ആ ഓർമ്മയാണ് നമ്മൾ ഓരോ അപ്പമുറുക്കലിലൂടെയും പങ്കെടുത്തുകൊണ്ട് നമ്മൾ കർത്താവിന്റെ പറയുന്നത്. ഇനി ഓരോ പ്രാവശ്യവും നിങ്ങൾ നമ്മുടെ വർഷിപ്പ് സർവീസിന് കൂടുമ്പോൾ, അപ്പം നുറുക്കാൻ വേണ്ടി കൂടി വരുമ്പോൾ സ്തോത്രം ചെയ്യുവാൻ ഉത്സാഹിക്കുകയും, ഇനി സ്തോത്രം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മറ്റുള്ളവർ സ്തോത്രം ചെയ്യുമ്പോൾ കൂടെ സ്തോത്രം ചെയ്ത് ഈ ഒരു രക്ഷയുടെ പൂർണ്ണമായ ഒരു മനോഹരത്വം നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാൻ, സ്തോത്രം ശരിക്കും മീനിങ് ഫുൾ ആയിട്ട് സ്തോത്രം ചെയ്യുവാനും ദൈവം നിങ്ങൾ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.